ഇല്ലാത്തതിനാൽ ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു. മണ്ണിനടിയിൽ കുടുങ്ങിയ ആളെ കണ്ടെത്താത്തത് ഗുരുതര പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഗംഗാവാലിപ്പുഴയുടെ തീരത്ത് നിന്ന് 40 മീറ്റർ അകലെ ലോഹ സാന്നിധ്യം കണ്ടെത്തിയതായിരുന്നു ഇന്നത്തെ ആശ്വാസം. 8 മണിയോടെ ഇന്ത്യൻ സൈന്യവും നാവികസേനയും പുഴയിലിറങ്ങി തെരച്ചിൽ ആരംഭിച്ചു. ഇതിനിടെ നദി ഗതിമാറി ഒഴുകി അപകടത്തിൽ മരിച്ച അങ്കോള ഒളവറൈ സ്വദേശി 62-കാരി സണ്ണി ഗൌഡയുടെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തി. അപകടം നടന്ന ഷിരൂരിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒളവറയിലെ വീട്ടിലെത്തിച്ച മൃതദേഹം സംസ്കരിച്ചു. രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേലിനും സംഘത്തിനും ഇന്നും പോലീസ് വിലക്കേർപ്പെടുത്തി. ജില്ലാ കളക്ടറുടെ അനുമതി ലഭിച്ചിട്ടും അപകടം നടന്ന സ്ഥലത്തേക്ക് കടക്കാൻ കർണാടക പോലീസ് അനുവദിച്ചില്ല. ഡീപ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച പുഴയിൽ നടത്തിയ തെരച്ചിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നദിയിൽ വെച്ച വാതക ടാങ്കർ പൊട്ടിത്തെറിച്ചതാണ് മറുകരയായ ഒളവരയിലെ ദുരന്തത്തിന് കാരണമെന്ന് പ്രദേശവാസി. നദിയിൽ സ്ഫോടനം നടന്ന വാദം തെറ്റുന്ന സ്ഥലം MLA നാളെ അത്യാധുനിക ഉപകരണങ്ങൾ സ്ഥാപിക്കും. It is not feasible to bring. ഒരു വീഡിയോ എടുത്തോണ്ട് എപ്പോഴാ If the port department is allowing, definitely I will bring the treasure also. ഇടവിട്ട് പെയ്ത കനത്ത മഴയും കാറ്റും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. റോഡിലെ മണ്ണ് മാറ്റുന്നതിൽ മാത്രമായിരുന്നു രക്ഷാപ്രവർത്തകരുടെ പ്രധാന ശ്രദ്ധ. ഇതിനിടെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ കഴിയാത്തത് ഗുരുതര വിഷയമെന്ന് കർണാടക ഹൈക്കോടതി വിമർശിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നോട്ടീസ് അയച്ചു. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഇരു സർക്കാരുകളും ഹൈക്കോടതിയെ അറിയിച്ചു. ഹർജി നാളെ വീണ്ടും കോടതി പരിഗണിക്കും. ടീം 24 കർണാടക.